ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മുഗ്ലായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂർ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത്. ഒരു കടായിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുഗ്ലായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 16 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 16 അല്ലി എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയാണെങ്കിൽ കുറച്ച് കുറവ് എടുത്താൽ മതി. ഈ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇത് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ അധിക സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് കാഷ്യൂ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു 18 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ 2 സൈഡ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. എല്ലാതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 10 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ സവാള ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. എരിവ് കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം, അതുവരെ കുക്ക് ചെയ്തെടുക്കാം. കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. നേരിയ പുളിയുള്ള നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. തൈരിന് പുളി കൂടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു പുളി രസമായിരിക്കും, അപ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. നേരിയ പുളിയാണ് നല്ലത്. ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറുത്തെടുത്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഇതിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം ഒന്ന് കുറുകി ചിക്കൻ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കസൂരി മേത്തി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസൂരി മേത്തി ഇട്ട് കൊടുത്തത്. അതിനുശേഷം വേണം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെക്കാനായിട്ട്. ആ ഫ്ലേവർ എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 കപ്പിന് പകരം 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്.